നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. മറ്റ് തെരഞ്ഞെടുപ്പുകളെല്ലാം പരിഗണിച്ചാലും ഇപ്പോ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഒരു പ്രധാന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ, കേരളം മൊത്തം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറെ ശ്രദ്ധ നേടിയതും ഒരുപാട് സംഭവ വികാസങ്ങൾ നേരിട്ടതുമാണ് ഇപ്പോഴത്തെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പാലക്കാട് മാത്രമല്ല, കേരളം ഒട്ടാകെ ഇതിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഈ അടുത്തുണ്ടായ ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് നിന്നും ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ കേരളം നേരിടുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പാലക്കാട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശ്രീല, ഈ അവസാന ലാപ്പിൽ എന്താണ് ആ ഒരു വിലയിരുത്തൽ? യഥാർത്ഥത്തിൽ പാലക്കാടാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും പ്രീത പറഞ്ഞത് ശരിയാണ്. കേരളം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ വിവാദങ്ങളാണ്. മറിച്ച് അവിടെ ഉണ്ടായ രാഷ്ട്രീയ വിഷയങ്ങളല്ല. വിവാദങ്ങൾ മാത്രം ചർച്ചാ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടന്നതിലുപരി പാലക്കാട് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായി പരിണമിക്കാനുള്ള കാരണമായി മാറിയിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ആദ്യഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം, സരിന്റെ മറുകണ്ഠം ചാടൽ, അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങൾ, അതിനുശേഷമുണ്ടായ പെട്ടി വിവാദം, അതിനുശേഷം സന്ദീപ് വാര്യർ BJP വിട്ടുപോയത്, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ഇതൊക്കെ തന്നെ വിവാദങ്ങൾ മാത്രമായ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായി പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നോക്കൂ, ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് ഇടതു വലതു മുന്നണികളാണ്. നമുക്കറിയാം, അതും പാലക്കാടൻ ജനത ഏറ്റവും നന്നായി ചേർത്ത് പിടിച്ച പാലക്കാടിന്റെ ജനപ്രതിനിധിയായിരുന്നു ഷാഫി പറമ്പിൽ. കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ഷാഫി പറമ്പിൽ തനിക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പോലും, അതായത് ഇപ്പോഴല്ല, ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു മുഖ്യമന്ത്രിയായി പോലും പരിഗണിക്കാൻ പോലും കഴിവുള്ള തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളും അദ്ദേഹത്തിന്റെ ജാതി സമവാക്യങ്ങളും ഉപയോഗിക്കാൻ ഏറ്റവും സാഹചര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം മാറിപ്പോയിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച പാലക്കാടിനെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ലാഭത്തിന് വേണ്ടി മുന്നോട്ട് പോയപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ബിനാമിയായിട്ട് ഒരാൾ അവിടേക്ക് എത്തിച്ചേരുകയാണ്. ഈ ബിനാമി സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിയിൽ പോലും അപ്രമാദിത്യം സ്ഥാപിക്കാൻ വേണ്ടി രാജ്യദ്രോഹ കുറ്റമായ ID കാർഡ് അടക്കം നിർമ്മിച്ച ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി അതിനുശേഷം ഈ പ്രശ്നത്തിന് മുമ്പോ അല്ലെങ്കിൽ നമുക്കറിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥി വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ട്, അതും ചാനൽ ഫ്ലോറുകളിലൂടെയാണ് സാധാരണക്കാരന്റെ പരിചയം, അല്ലാതെ സാധാരണ നേതാക്കന്മാരെ പോലെ അടികിട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമരങ്ങൾ ലീഡ് ചെയ്തോ ഒന്നും വളർന്നു വന്നിട്ടുള്ള ഒരാളുമല്ല. അതിനുശേഷം ഒന്നൊഴിയാതെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയത് പത്മജ വേണുഗോപാലിനെയാണെന്ന് പറയാം. ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരു സ്ത്രീ അവരുടെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അവരുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ അവഹേളിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിലേക്ക് വന്ന സന്ദീപ് വാര്യരെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് പലപ്പോഴും പാർട്ടി വിട്ടുപോയ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. പ്രീത ഇവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛനെയും അമ്മയും പറയുന്ന പോലെ തന്നെയാണ് അവളുടെ അച്ഛനെയും അമ്മയും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുക. കാരണം ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് എത്ര റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. അതായത് അദ്ദേഹത്തിന്റെ അമ്മയെ പറഞ്ഞിട്ട് പോലും സഹോദരിയെ തള്ളി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിന്ന മുരളീധരനെ നമ്മൾ കണ്ടതാണ്. ആ മുരളീധരൻ ഇന്നലെ തെരഞ്ഞെടുപ്പിൽ പോയി മിനിഞ്ഞാന്ന് വരെ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനായി എന്നാണ് മുരളീധരന്റെ വാദം. സന്ദീപ് വാര്യർ പറയുന്നത് നമുക്കത് മനസ്സിലാക്കാം. സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ പറയുന്നത് ഇന്നലെ വരെ RSS ആയി, ഇന്നലെ കോൺഗ്രസ് ആയി എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷേ എന്തുകൊണ്ടാണ് തലേ ദിവസം വരെ എതിര് പറഞ്ഞുകൊണ്ടിരുന്ന മുരളീധരൻ പിറ്റേ പാലക്കാടേക്ക് എത്തുകയും അവിടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് 100% കോൺഗ്രസ്സുകാരനാണെന്ന് പറയുകയും ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധന്മാർ, അമ്മയെ പറഞ്ഞാലും കുഴപ്പമില്ല, രാഷ്ട്രീയം അല്ലെങ്കിൽ തനിക്ക് പ്രധാനപ്പെട്ടത് തന്റെ സ്ഥാനമാനങ്ങളും തനിക്ക് കിട്ടുന്ന ഗുണങ്ങളുമാണെന്ന് ചിന്തിക്കുന്ന ഇതുപോലത്തെ മക്കൾ, സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള ലജ്ജാവഹമാണ് മക്കൾ ഉണ്ടാകുന്നത് ചെയ്തത് തന്നെ വലിയ രീതിയിലുള്ള നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സ്ത്രീ അവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചപ്പോൾ അവരെ ഏറ്റവും മോശം ഭാഷ കൊണ്ട് അഡ്രസ് ചെയ്ത ഒരാൾ, ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ പാലക്കാട് ഉണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വോട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്തത് ആ ഒരൊറ്റ വിഷയം കൊണ്ടാണ് രാഹുലിനോട് എനിക്ക് ഇത്രയേറെ വൈരാഗ്യം അല്ലെ ഇത്രയേറെ ദേഷ്യവും ഉണ്ടായിട്ടുള്ളത്. അതിന് രാഹുൽ എന്ത് ചെയ്താലും അതിനൊരു പരിഹാരമാകില്ല. കാരണം അത്രത്തോളമാണ് പത്മജ വേണുഗോപാലിനെ ആക്ഷേപിച്ചത്. ഇനി അതിനുമപ്പുറം
നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നീലപ്പെട്ടി വന്നതുമായി ബന്ധമായ വിവാദങ്ങൾ, ആ നീലപ്പെട്ടി വന്നതിനെ സംബന്ധിച്ച് പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അവർക്കും ഒക്കെ വിവരം കൊടുത്ത ഒരു MLA, അവരുടെ പാർട്ടിയിൽ നിന്നുള്ള ഒരു MLA ആണ്. ആ MLA ഒതുക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോ പൊതുപ്രവർത്തന രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ എത്താൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു.